നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം സ്വർണ്ണവിലയാണ്. എല്ലാവരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് സ്വർണം. കാലകാലങ്ങളോളം നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അതാണ്. സ്വർണം എന്ന് പറയുന്നത് വളരെ മംഗളകരമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് കരുതപ്പെടുന്നത്. നിക്ഷേപകർ ഇതിലേക്ക്, പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് നിക്ഷേപകർ, പ്രത്യേകിച്ച് കമ്മോഡിറ്റിയിലേക്ക് തിരിയാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള സ്വർണത്തിന്റെ ഒരു റാലി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 30-35% സ്വർണത്തിന്റെ വില അധികരിച്ചു. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സ്വർണത്തിന്റെ അകത്തുള്ള നിക്ഷേപം നമ്മൾ നടത്താമോ നടത്തില്ലയോ എന്നുള്ളത്. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ചോദ്യമായിട്ട് നിലനിൽക്കും. അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നു. അതായത് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ, അതായത് മൊത്തം ഫണ്ട്സ് വെച്ചിട്ട് ഒരു വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ 100% ഇക്വിറ്റി എന്നോ അല്ലെങ്കിൽ 100% കമ്മോഡിറ്റി എന്നോ 100% റിയൽ എസ്റ്റേറ്റോ എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കാണേണ്ട ആവശ്യമില്ല. ഒരു ഡെഫിനറ്റ് പ്രപ്പോർഷൻ, ഇപ്പൊ ഇന്ത്യ പോലത്തെ ഒരു വികസിത രാജ്യത്തെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഒരു 50% ഇക്വിറ്റിയും ഒരു 20-25% റിയൽ എസ്റ്റേറ്റും ഒരു 15% കമ്മോഡിറ്റിയും, അതായത് പ്രഷ്യസ് മെറ്റൽസോ ബൂലിയൻസോ ഒക്കെ, സ്വർണ്ണോ വെള്ളിയോ അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ ഒരു 10% വേണമെങ്കിൽ ബോണ്ടുകളോ അല്ലെങ്കിൽ ട്രഷറി ബിൽസോ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നതിൻ്റെ അകത്ത് വലിയൊരു തെറ്റില്ല. പക്ഷെ ഈ ഒരു ചോദ്യം കുറെ കാലങ്ങളായിട്ടുള്ളതാണ് സ്വർണത്തിന്റെ ഒരു ഭാവിയെ കുറിച്ച്. ഇന്നത്തെ വീഡിയോയിൽ ഇത് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ചേതോവികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എനർജി എക്കണോമിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു മേഖലയാണ് ക്രൂഡ് പ്രൈസ്. മറ്റൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരുന്നു. അതേപോലെ തന്നെ എനർജി കൺസംഷൻ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആവറേജ് എനർജി കൺസംഷൻ ഏകദേശം 15-18% വരെ വലിയൊരു ജമ്പാണ് നടത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷത്തിലുള്ള ഏറ്റവും വലിയ ജമ്പാണ് നടത്തിയതെന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള കാര്യമായിട്ടുള്ള ഡേറ്റയെ കുറിച്ച് ഞാൻ ബോധർ ചെയ്യാറില്ലാത്തതുകൊണ്ടാകാം, അതിന് മുമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ള ഏറ്റവും വലിയൊരു എനർജി ജമ്പാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇന്ത്യ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഒരു പവർ ക്രഞ്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ തെർമൽ സ്റ്റേഷൻസും എല്ലാവരും കപ്പാസിറ്റി ജനറേഷൻ നടത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് ക്രൂഡിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വാച്ച് ചെയ്യായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം, ക്രൂഡ് കണ്ട കൂടെ മറ്റൊരു കാര്യം ചെറുതായിട്ട് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് സ്വർണത്തെ കുറിച്ച്. കാരണം സ്വർണവും ക്രൂഡും തമ്മിൽ ഒരു കോറിലേഷൻ നിലനിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള സ്വർണത്തിന്റെ, ഗോൾഡിന്റെ ഈ ഒരു റാലി, അത് പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പുള്ള പല അടിസ്ഥാന വിശ്വാസങ്ങളെയും തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പോക്കാണ്. എല്ലാ കാലവും ഈ പറഞ്ഞ അടിസ്ഥാന വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മാറ്റങ്ങൾ എപ്പോഴും അത്യന്താപേക്ഷിതമാണ്. പക്ഷെ എങ്കിൽ പോലും ഗോൾഡിന്റെ ഈ ഒരു റാലി എന്തുകൊണ്ട് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള റാലി അല്ല എന്ന് തോന്നുന്നതിന്റെ ചില കാരണങ്ങൾ പറയാം. അപ്പോൾ സ്വാഭാവികമായ റാലി അല്ല എന്ന് പറയുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്ര ഒരു പമ്പ് ആൻഡ് ഡംപ് പോലെയാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അസ്വാഭാവികമായിട്ടുള്ള ചില റാലികളൊക്കെ ചരിത്രത്തിൽ തന്നെ പല കമ്മോഡിറ്റികൾക്കും നടന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അതുപോലത്തെ ഉള്ള റാലി ആണോ എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ കാലമാണ് കാണിച്ചു തരേണ്ടത്. ഈ ഒരു കാര്യം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കമ്മോഡിറ്റിക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിനൊക്കെ വില കൂടി കണ്ടമാനം പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു ലാസ്റ്റ് ബസാണെന്ന രീതിയിൽ കുറെ പേര് അതിൻ്റെ അകത്ത് കണ്ടമാനം നിക്ഷേപിക്കാറുണ്ട്. അതായത് നമ്മുടെ പൊസിഷൻ സൈസിംഗ് ഒക്കെ താറുമാറാക്കുന്ന രീതിയിൽ നിക്ഷേപിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ്. എന്തുകൊണ്ടാണ് ഈ ഗോൾഡിന്റെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഒരു റാലി അസ്വാഭാവികത എന്ന രീതിയിൽ ഞാൻ വ്യക്തിപരമായിട്ട് നോക്കിക്കാണുന്നത് എന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനകത്ത് കുറെ കോൺട്രഡിക്ഷൻസ് ഉണ്ടാകാം. ബൂലിയൻ കമ്മോഡിറ്റിയിൽ ഞാൻ ഒരിക്കലും ഒരു എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കോൺട്രഡിക്ഷൻ, വിരോധാഭാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് ചേർക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഞാൻ പങ്കുവയ്ക്കാം. നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, സ്വർണത്തിന് കൂടെ റാലി ചെയ്യേണ്ട ഒരു സാധനമാണ് സിൽവർ. മറ്റൊന്നും കൊണ്ടല്ല, സ്വർണത്തെക്കാൾ കൂടുതൽ ആവശ്യകത ഈ ഒരു ബൂളിയൻ കമ്മോഡിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൽവർ സ്വർണത്തിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വോളറ്റിലിറ്റി കൂടിയൊരു കമ്മോഡിറ്റിയാണ്. വളരെ ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബീറ്റ വാല്യൂ കുറച്ച് അധികമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിന്റെ അകത്ത് നോക്കുമ്പോൾ ഈ റാലി പ്രധാനമായിട്ടും നടക്കുന്നത് ഗോൾഡിലാണ്. പക്ഷെ ഒരു ബുൾ റാലി സാധാരണ നടക്കുമ്പോൾ ഗോൾഡിനേക്കാൾ കൂടുതൽ റാലി നടക്കുന്നത് സിൽവറിലാണ്. അപ്പോൾ ഗോൾഡ് മാത്രമായിട്ട് ഈ ഒരു റാലി നടത്തുന്നത് പലപ്പോഴും ചെറിയൊരു സംശയങ്ങൾക്ക് ഇടം നൽകുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം, സാധാരണ രീതിയിൽ ഗോൾഡ് ഒരു റാലി നടത്തുന്നത് ഡോളർ ഇൻഡെക്സ് സ്റ്റേബിൾ അല്ലാണ്ടിരിക്കുമ്പോഴാണ്. പക്ഷെ ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് വളരെ അൺസ്റ്റേബിൾ ആണെന്നൊന്നും പറയാൻ കഴിയില്ല. അതായത് ആ ഒരു കറൻസി ഡീവാലുവേഷൻ അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ പോലെ ഗോൾഡ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡോളർ ഇൻഡെക്സും അതേപോലെ ബുൾറാലിയുള്ള ഒരു ഗോൾഡും എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ രീതിയിൽ, ഇന്നത്തെ പുതിയൊരു കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നുകിൽ അത് സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ബൈയിങ് ആകാം, അല്ലെങ്കിൽ ഒരു ആൽഗോ ബൈയിങ് ആകാം. എന്തുകൊണ്ടാണ് ഞാൻ ഒരു ആൽഗോ ബൈയിങ്ങിനെ കുറിച്ചുള്ള സാധ്യത തള്ളിക്കളയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തിടെ ബ്ലൂംബർഗിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മോഡിറ്റിയിൽ 22% ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആൽഗോസ് വഴിയാണ്. ഇക്വിറ്റിയുടെ ചുവട് പിടിച്ച് തന്നെ വരുന്നു.
ലോകത്തെ പല കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളും ലോങ് ടേം ഫോർവേഡ് കോൺട്രാക്ട്സ് ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തമുള്ള ബോണ്ട് ഈൽഡ് ഏകദേശം ഒരു 6-7% ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഇത് ഗോൾഡിന്റെ വാല്യൂ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഈൽഡ് കുറഞ്ഞത് ഗോൾഡ് പ്രൈസിന് മാത്രമേ എഫക്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ സിൽവർ പ്രൈസിനെ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ മാർച്ചിലെ ഈൽഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അതിന്റെ അർത്ഥം ഓൾറെഡി ഇതെല്ലാം പ്രൈസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഗോൾഡിന്റെ പിന്നീടുള്ള മുകളിലേക്കുള്ള ഒരു കയറ്റം എന്ന് പറയുന്നത് ഈ ബോണ്ട് ഈൽഡുമായിട്ട് കാര്യമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. നാലാമത്തെ കാര്യം, ഗോൾഡ് ഒന്നുകിൽ മുകളിലേക്ക് പോകണമെങ്കിൽ ഇൻഫ്ലേഷൻ കാര്യമായിട്ട് കണ്ടമാനം ഉണ്ടാകും. പക്ഷേ ഗോൾഡ് മുകളിലേക്ക് പോയതിനും മാത്രമുള്ള ഇൻഫ്ലേഷൻ ഒന്നുമില്ല. പിന്നെ ആകെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ JP Morgan Chaseനെയൊക്കെ പോലെയുള്ള ഒരു റിസർഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭയം എന്നൊരു കാര്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയം ജനിപ്പിച്ചാൽ പോലും അത് 1-2-3 മാസങ്ങൾക്കുള്ളിൽ ഗോൾഡ് ആട്ടെ സിൽവർ ആട്ടെ ഈ റാലികളൊക്കെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്യേണ്ടതാണ്, കറക്ഷൻ നടക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് കണക്കാക്കുന്നില്ല. ഇതുകൂടാതെ ട്രംപിന്റെ താരിഫ് വാർ ഇതുകൊണ്ട് കാര്യമായിട്ട് ഒരു വലിയ കറൻസി വാറിലേക്കൊന്നും പോയിട്ടില്ല രാജ്യങ്ങൾ തമ്മിലുള്ളത്. അതുപോലെ തന്നെ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രെസ് ഒന്നും ലോകം മുഴുവനൊന്നും ഇല്ല. കാരണം കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോൾഡിന്റെ റാലിയെ സത്യം പറഞ്ഞാൽ നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന വലിയ കാരണങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ കുറച്ച് കാരണങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നീതീകരിക്കാൻ പറ്റിയ ചെറിയ കുറച്ച് കാരണങ്ങൾ വേണമെങ്കിൽ ഈ കൂടെ തന്നെ ചേർത്ത് വെക്കാവുന്നതാണ്. കാരണം ഈ ഒരു ഡിസ്കഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചൈനയുടെയോ റഷ്യയുടെയോ അല്ലെങ്കിൽ ബ്രിക്സ് കൺട്രീസിന്റെയോ ഒക്കെ പല സെൻട്രൽ ബാങ്ക്സും ഗോൾഡ് അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു വോള്യത്തിലല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെക്കുക. മറ്റൊന്നുള്ളത് ETF ആണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മൊത്തം, പ്രത്യേകിച്ച് ഗോൾഡ് ഒരു ബുൾറാലി നടത്താൻ തുടങ്ങിയ പിന്നെ ETF-ന്റെ അകത്ത് ഈ ഗോൾഡ് ETF-ലേക്ക് വരുന്ന ഇൻഫ്ലോസ് കുറെ അധികം ഉണ്ട്. ഇതും ഗോൾഡ് പർച്ചേസിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആയേക്കാം. മറ്റൊന്നുള്ളത് സ്പെക്കുലേറ്റീവ് ആയിട്ട് പമ്പ് ചെയ്യുന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു ബുൾറാലി നടന്നുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ETF കൺവേർഷൻസ് വരുന്നു, അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് ഇന്ത്യൻ റാലി നടത്തുമെന്ന് കാണുന്നു. അതുകൊണ്ട് കൂടുതൽ ഫണ്ട്സ്, പ്രത്യേകിച്ച് ഇക്വിറ്റിയിൽ നിന്നും പിൻവലിച്ച പല ഫണ്ട്സും കമ്മോഡിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാകാം. പക്ഷെ എങ്കിൽ പോലും സംശയത്തോടുകൂടി വീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ സാധാരണ രീതിയിൽ സിൽവർ ഗോൾഡ് ഒരു കോറിലേഷൻ ഫാക്ടറാണ് നിലനിൽക്കാറുണ്ട്. പക്ഷെ ഇതൊരുമാതിരി ഡൈവേർജൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് എടുത്ത് നോക്കുക, MCX ആകട്ടെ NCDEX ആകട്ടെ, ഇവയിലെല്ലാം വില കൂടി പോകുന്നു, പക്ഷെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ച് ഗോൾഡിന്റെ റാലിയെ കുറിച്ച് സംശയങ്ങൾക്ക് ഇടം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ വലിയൊരു പ്രൊപ്പോർഷൻസ്, വലിയൊരു എക്സ്പോഷർ പ്രത്യേകിച്ച് കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായിട്ട് എടുത്തവർ കുറച്ചൊന്ന് ശ്രദ്ധാലുക്കളാകുന്നതിൽ വലിയ തെറ്റില്ല എന്ന് തോന്നുന്നു. അതിന്റെ അർത്ഥം ഗോൾഡിന്റെ പ്രൈസ് പെനി സ്റ്റോക്ക് പോലെ ആയി പോകുന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊരു ട്രേഡറോ അല്ലെങ്കിൽ ഫണ്ട്സ് കൊണ്ടുപോയിട്ട് കണ്ടമാനം പാർക്ക് ചെയ്തിരിക്കുന്ന ഗോൾഡിലാണെങ്കിൽ ഇക്വിറ്റി പോസിറ്റീവായി വരുമ്പോൾ തിരിച്ച് ഫണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സാധ്യതകൾ, ഫണ്ട്സ് ഒരു ലാഭത്തിന് റിട്രീവ് ചെയ്യാനുള്ള സാധ്യതകൾ ചിലപ്പോൾ അതിന് മങ്ങലേറ്റേക്കാം. അപ്പൊ അതുകൊണ്ട് ഗോൾഡ് പ്രൈസിന്റെ മുകളിലും അതുപോലെ തന്നെ ഗോൾഡ് സിൽവർ ഈ ഒരു കോറിലേഷന്റെ മുകളിലും നിങ്ങൾ കണ്ണുവെക്കുക. അതുപോലെ തന്നെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് എടുത്ത് നോക്കിയിട്ട് പ്രൈസും ഓപ്പൺ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ എടുത്ത് നോക്കി നിങ്ങൾ വെക്കുക. പ്രത്യേകിച്ച് ഗോൾഡിന് വലിയൊരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ. ഈ പറഞ്ഞൊക്കെ എന്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ്. മറ്റൊരു വ്യക്തിത്വം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.